ജാതകം. വല്ലാത്തൊരു മരവിപ്പായിരുന്നു അവൾക്ക്. ഒരിക്കലും അവൾ കരുതിയിരുന്നില്ല വിവേക് അവളുടെ പ്രണയത്തെ തെറ്റിദ്ധരിക്കുമെന്ന്. പക്ഷേ ഇന്നിതാ ഇവിടെ അത് സംഭവിച്ചിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്ന് തിരിച്ചു പറയാൻ അവളുടെ നാവ് തുനിഞ്ഞു എങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. തൊണ്ടയിൽ കുടുങ്ങിയ തേങ്ങൽ ശബ്ദത്തെ പിടിച്ചു വെച്ചിരുന്നു. താൻ പ്രാണനായി കരുതിയവന് മുന്നിൽ നിരപരാധിയായവൾ ഒരു തെറ്റുകാരിയായി, ചതിച്ചവളായി നിൽക്കേണ്ടി വരുമ്പോൾ അവളുടെ മനം എത്രമേൽ തകർന്നു എന്നറിയണമെങ്കിൽ ആ അവസ്ഥ ഓരോരുത്തരും അനുഭവിച്ചേ മതിയാകൂ. ഒന്നും തിരിച്ചു പറയാനാകാതെ മരവിച്ച മനസ്സുമായി നിന്നുപോവും ഓരോ പെണ്ണും. അതിൽ അല്ലേൽ ഓരോ ആണും തൻ്റെ പ്രാണന് മുന്നിൽ കിട്ടിയ ഷോക്കിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഇത്തിരി സമയം അവൾക്ക് കൂടിയേ തീരൂ. കാരണം മുറിവേറ്റത് വിശ്വാസത്തിനാണ്. ഒരു ബന്ധത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് വിശ്വാസം തന്നെയാണ്. സ്നേഹത്തിനേക്കാൾ മേലെയാണത് വിശ്വാസം. അതല്ലേ എല്ലാം. 2 ദിവസങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും ഇരുന്നു, തകർന്നടിഞ്ഞ ഹൃദയവുമായി, ഒന്നും ഉരിയാടാതെ. മകളുടെ അവസ്ഥ കണ്ട് ആ വൃദ്ധൻ്റെ കണ്ണ് നിറഞ്ഞു. ചെറുപ്രായത്തിൽ തന്നെ എന്തെല്ലാമാണ് തൻ്റെ മകൾക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നോർത്ത് അയാളുടെ കണ്ടമിടറി. എല്ലാം കണ്ടു നിൽക്കാനല്ലാതെ എന്തു ചെയ്യാൻ കഴിയും ആ വൃദ്ധന്? കിരൺ നേരെ വീട്ടിലേക്ക് കയറി ചെന്നു. അവനെയും കാത്ത് അമ്മ സരസ്വതി വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ പെണ്ണിന് ട്രാൻസ്ഫർ കിട്ടിയല്ലേ? എന്തായിരുന്നു സംഭവം? വന്നപാടെ യാതൊരു മുഖവുര പോലും ഇല്ലാതെ അവൻ്റെ അമ്മ ചോദിച്ചു. ചില പ്രശ്നങ്ങൾ, അതാ മാറ്റിയെ. ഒന്നും വിട്ടു പറയാതെ അവൻ പറഞ്ഞു. അല്ല, നീ പറഞ്ഞോ ആ കുട്ടിയോട് നിന്റെ ഇഷ്ടത്തെക്കുറിച്ച്? പറഞ്ഞില്ല അമ്മേ. അല്ലെങ്കിലേ അവളെല്ലാം പോയിരിക്കുകയാ. അന്നേരം പറയാൻ തോന്നിയില്ല. എല്ലാം ഒന്ന് ശാന്താകട്ടെ, എന്നിട്ട് പറയാം. പിന്നെ വിഷ്ണുവിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇവളുടെ കാര്യം. അവൻ ഇടുക്കിയിലല്ലേ, ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ, അത് നന്നായി. നല്ലോണം അനുഭവിച്ചിട്ടുണ്ട് ആ കുട്ടി. പാവമാ. എനിക്കിഷ്ടായി. എല്ലാം ഒത്തു വന്നാൽ നീ ആ പെണ്ണിനെ വിളിച്ചിങ്ങ് വന്നോട്ടോ. ചെറുചിരിയോടെ അമ്മ പറഞ്ഞു. അവൻ അതിന് ഒരു പുഞ്ചിരി അവർക്ക് നൽകി. അവളെ കണ്ടതും അവളോടുള്ള തൻ്റെ ഇഷ്ടവും ജാതകദോഷത്തെക്കുറിച്ചുമൊക്കെ അമ്മയോട് പറഞ്ഞിരുന്നു. ഒന്നുമില്ല, നീ ആ പെണ്ണിനെ ഇങ്ങ് വിളിച്ചു കൊണ്ടുവാ എന്ന് പറഞ്ഞതും അമ്മ തന്നെയാണ്. എല്ലാം ഓർത്തുകൊണ്ട് അവൻ കട്ടിലിൽ മലർന്നു കിടന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു, ആരെയും മയക്കുന്ന പുഞ്ചിരി. പക്ഷേ ആ പുഞ്ചിരി പെട്ടെന്ന് മങ്ങി. അവിടെ വിരഹം നിറഞ്ഞു, വേദനയാൽ കുതിർന്ന വിരഹം.